എന്തായി പൊളിഞ്ഞോ? ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ ഞാനും അനിയനും കടന്നുറങ്ങിയോണ്ട് നിൽക്കുന്ന ടൈം ഒരു ഭയങ്കരമായ സൗണ്ട്, ഒരു ഭീകര സൗണ്ട് പറഞ്ഞില്ലല്ലോ. ഇമ്മമ്മയും കടന്നുറങ്ങിയാണ്, അനിയും കടന്നുറങ്ങിയാണ്, ഞാനും കടന്നുറങ്ങിയാണ്. ഇമ്മമ്മ കടന്നുറങ്ങിയല്ലോ അനിയോ? അപ്പോഴാണ് ആ ഒച്ച കേട്ടത്. സത്യം ഞാൻ വിചാരിച്ചു എന്തൊക്കെയാ പൊളിഞ്ഞാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒച്ച കേട്ടിട്ടില്ല. ഞാൻ ഇമ്മമ്മാന്റെയും അന്റി ഒച്ച കേട്ടിട്ടാണ് ഞാൻ നീച്ചണത്. ഞാൻ തൊടുക്കും മണ്ട. അപ്പൊ ഉരുള് പൊട്ടിയാന്നാണ് ഇപ്പം. ഞാൻ ഉരുളൊട്ടി ഞാൻ അവിടെ നല്ല ഉറക്കണം. പൊട്ടുണ്ട് ആദ്യമായിട്ട് പൊട്ടി, ആദ്യമായിട്ട് പൊട്ടി. പിന്നെ പടപട ഞാൻ ഇമ്മ ഉരുള് പൊട്ടിയാന്ന് മേടിച്ചാണ്ട് ഇമ്മമാരെ കടത്താണ്ട് ഇറക്കണേ. ഞാൻ നേരെ വണ്ടി ഇമ്മമാരെ എടുത്താ. അപ്പൊ ഉമ്മ വണ്ടി ഇവിടെ അടുക്കളയില് എന്തൊക്കെയാ പൊളിഞ്ഞാടി അനു പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾക്ക് സംഭവം ഒന്നും മനസ്സിലായില്ല. പിന്നെ വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ അടുക്കളയിലൊക്കെ ഓടും അങ്ങനെയൊക്കെ നോക്കിയപ്പോഴാണ് ഇത് കണ്ടില്ല നിങ്ങള്. ഇതൊക്കെ അത് വെള്ളം ആകെ ഒലിച്ചൂലേ. അതായത് അവിടുത്തെ ഓട് കുറച്ച് ഉണ്ടായിന്, കുറച്ച് അപ്പുറത്തേക്ക് അവിടെ കുറച്ച് അപ്പുറത്തേക്ക് ഓടുണ്ടായിന്. അത് കൗക്കോല് പൊട്ടിയിട്ട് ഓട് പൊട്ടിയിട്ട് മുറ്റത്തേക്ക് ചാടിയാണ്. പിന്നെ ഇതൊക്കെ ചാടിയതാണ്. ഇതെന്താ കരിയോയിലോ? ഇത് അട്ടത്തെ കരി ഇവിടെ ചാടി, ഇവിടെ ചാടിയിട്ട് അവിടേക്ക് പൊട്ടിയില്ലേ. ഇത് കണ്ട നിങ്ങള് ഈ ഒരു ഭാഗമൊക്കെ ഓട് ആകെ പൊട്ടി. എങ്ങനെയൊക്കെ ഞങ്ങൾ തടുത്തു വെച്ചിക്കാണ്. എങ്ങനെ ഞാൻ പാല് വാങ്ങി പെരങ്ങൾ വേറെ ഒരു പണി എടുക്കണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ടുള്ളൂ. ഒരൊച്ചപ്പാട് ഞാൻ അവിടെ കേട്ടു. എന്നിട്ട് അതായിട്ട് ഞങ്ങൾ ഈ അതായത് ഇവിടെയാണ് നമ്മള് ചോറൊക്കെ വെക്കല്. എന്നിട്ട് നമ്മള് ചോറും സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങോട്ട് ഇവിടെയൊക്കെ ലീക്ക് അയക്കണേ. അപ്പൊ നമ്മൾക്ക് ഇന്ന് ഇതാണ് ഇപ്പൊ പണി അല്ലേ. അത് ഷീറ്റ് വലിച്ചു കിട്ടിയല്ലേ. ഷീറ്റ് വലിച്ചിട്ട എന്നിട്ട് ആ ഓട് ഇതാക്കാം. എന്നാ നമുക്ക് മുറ്റത്തേക്ക് ഇറങ്ങാം. അതിന് നമ്മൾക്ക് കോണി താഴത്തെ പെരിന്ന് കൊണ്ടുവന്നിരിക്കുന്നു കഴിച്ച്. അതൊന്നും നടക്കൂല. അത് കേറി തന്നെ വേണം. കേറിയിട്ട് ശരിയാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഗൈസ് കേറാനും ടാസ്ക് കേട്ടോ. കാരണം പറഞ്ഞാൽ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. കാലങ്ങൾക്ക് മുമ്പിൽ, അതായത് 10-25 കൊല്ലം മുമ്പിലെ പേരാണ് ഇതിന്റെ ഫുള്ള്. ഇത് ഈ സാധനത്തിന് എന്താ പറയാ? വറകോ എന്താണ്? ചിമ്മിനി അതല്ലടാ. വറകിന് എന്താ പറയാ? കൗക്കോല്. അതായത് പല കണ്ടങ്ങള് അതാകെ പൂതല് പിടിച്ചാണ്ട് അങ്ങെത്തിക്കണ്. അവസാനം അത് പൊട്ടി കൊയിഞ്ഞാടിയാണ് ഗൈസ്. കണ്ടോ? അതായത് ഈ ഭാഗമാണ് പൊട്ടിക്കണേ. ഈ ഭാഗം പൊട്ടിയിട്ടാണ് കൊയിഞ്ഞാടിക്കാണ് ചെയ്തത്. നമുക്ക് നേരാണ് കൊയിഞ്ഞാടി താഴത്തേക്ക്. ഇവിടുന്ന് പൊട്ടിയിട്ട് ഇവിടേക്കാണ് ചാടി. ഷീറ്റ് കഴിച്ചോട്ടെ. എന്താ ചെയ്യേണ്ടി അറിയില്ല. കണ്ടോ ഇവിടെ കണ്ടോ? ഇവിടെ കാകെ ഇരുന്നാണ്. കണ്ടം കുത്തി കയറി കാണും. നോക്കി നിന്നളി. അപ്പൊ ചെരുപ്പിട്ടിട്ടില്ല. അകത്തൊന്നും കുത്തിയോ? പൊട്ടി ഓട് കൊയിഞ്ഞാടിപ്പോ പൊട്ടിക്കാണേ. ചെറിയ കണ്ടങ്ങളായിട്ട് കൂർത്തിക്കുണ്ടാവും. കാലുമ്പോ കുത്തി കയറി ചെറുതായിട്ട്. ഒക്കെ ഒരു ഏതൂന് ഇങ്ങനെ നിക്കാണ്. ആ ഏതുകൊണ്ടായി ഇതെന്താ പറയാ, ഇവിടെ വെള്ളം നിന്ന് കഴിഞ്ഞാൽ വെള്ളം പോകൂലടാ. അതാണ് അവസ്ഥ. ഇതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിടാം. കേറിനടുത്തോ? കേറിനടുത്ത് കട്ടിലോ? ആണോ? ആകെ ഒരു ഈ ബാക്ക് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ഏതോ സാമ്രാജ്യത്തേക്ക് പോയ ഇത് നോക്കി. ഓയില്, ഇത് കരി ഓയിലിന്റെ മൈക്ക്. പക്ഷെ ഈ സാധനം ചിമ്മിനീത്തെ കറുത്ത ഇതാണ്. പുക കരിഞ്ഞ് ആ മൂലക്ക കിടക്കണ സാധനം വെള്ളം നനഞ്ഞാണ്ട് ഇങ്ങനെ ഒലിച്ചിങ്ങനെ പോന്നാണിത്. കറുത്തിറക്കണേ കരിവെള്ളം. എന്താണ് എന്താ കാട്ടണേ? കൊയിഞ്ഞാടല്ലേ. ഇത് കട്ടിലാട്ടോ. കട്ടിലൊക്കെ കല്ലുമുക്കൊക്കെ കയറ്റി വെച്ചിക്കാണ്. ഫുൾ അഡ്ജസ്റ്റ്മെന്റ്. ഇന്നാള് ആ മരം വലിച്ചിട്ടാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു കത്തി കൊണ്ടേ കളഞ്ഞാണ്. അമർത്തിയ മുറിച്ച അവിടുന്ന്. ഇതുകൊണ്ട് കൂടി ഈ കത്തിട്ട് വലിച്ചല്ല.
ഞാൻ എന്തിനാ കൊണ്ടുപോയിട്ട് നീ സീറ്റ് ഏതെങ്കിലും മോട്ടർ അടിച്ചിട്ട് ഇവിടെ കടിച്ചന് കളഞ്ഞാലോ പിന്നെ ഇവിടെ വള്ളം നിൽക്കും അതാണ് പ്രശ്നേ ഇന്നാലും കുഴപ്പമില്ല മഴ പെയ്താലും കുഴപ്പമില്ല ഇത് അതിന്റെ അല്ലേ ഇത് ഈ ചെടി ഇവിടെ കെട്ടിയിരിക്കാണേ. അതാ പറഞ്ഞതേ. പക്ഷെ ഇവിടെ വള്ളം പോകാൻ വേറൊരു ഗ്യാപ്പില്ലടാ കണ്ടോ മഴ ഇത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കെട്ടിക്കാണ് ചെയ്യാ ആകെ ചളിയായിട്ട് കിടക്കാണ് എന്ത് ചെയ്യാ ഇമ്മ ഒരു കാര്യം ചെയ്യും ഇതിന്റെ മേളത്തി ഈ പറകൊക്കെ അല്ലേ അതൊക്കെ മറ്റേ ഇതിന്റെ അടിയിൽ കിട്ടും ഏതെ അറിയില്ല കേട്ടോ കുഞ്ഞുങ്ങൾ ഇത് ഇരുന്നോട്ടെ ആ ഇത് വർഗ അടുക്കളേക്ക് വെക്കും ബാക്കിയുള്ളതൊക്കെ നമുക്ക് അപ്പുറം ഇവിടെ ഒന്നുമില്ല അതല്ലേ അതിപ്പോ ഗൈസ് നമ്മളെ മെയിൻ ഡൗട്ട് എന്താ അറിയോ അതിന്റെ മേൾക്ക് എങ്ങനെ നമ്മള് കേറുന്നു ഇല്ലാതെ ഓ നിക്കുന്നു അതൊക്കെ പൊട്ടി നിക്കണ നോക്കിയടാ ഈ സാധനം ചെതല് പിടിച്ചിക്കാണ് ചെതല് പിടിച്ചിക്കല്ല അത് അങ്ങനെ ആകെ പറ്റതായില്ലേ 10-25 കൊല്ലായില്ലേ അങ്ങനെ പോയതാണത് 30 കൊല്ലം പൂതല് പിടിച്ച് പോയിക്കണ്ട് ഗൈസ് കണ്ടോ ഇവിടെ ഇവിടുന്ന് അങ്ങനെ പൂതല് പിടിച്ച് പൊട്ടിക്കാണത് കത്തിയ വള്ളി അത് ഇമ്മ ആ ഷീറ്റ് വലിച്ചിട്ടിയാ ചെറിയല്ലോ വേറെ എങ്ങോട്ടും വെക്കാം ആ സ്റ്റോറൂമില്ലേ സ്റ്റോറൂമില്ലേ ആ സ്റ്റോറൂമിലൊക്കെ സ്റ്റോറൂമിൽ വെച്ചാൽ മതി ഓലെ ആ. ഞാൻ എന്താണ് വന്നിട്ട് ഞാൻ ഇതിനെന്തിനാ കുടിച്ചാൻ വന്നു എന്തിനാ ഈ എന്തിരുന്നാലും മൂർച്ചല്ലാത്ത കത്തി മൂർച്ചയില്ലാത്ത കത്തിയാണ് കൊണ്ടുവരാണ് മൂർച്ചയിലെ കത്തി എടുക്കാൻ പറയുന്നത് വെട്ടത്തില്ല മമ്മ നേരത്തെ എടുത്ത കത്തി ചെറു കത്തി ഇതാണ് മൂർച്ചയില്ലാത്ത കത്തി. ആ കത്തി ഒന്ന് ഒഴിവാക്കി വെക്ക്. അത് മാറ്റി വെച്ചാണ് അത് ഞാൻ കൊണ്ടുവരില്ലേ കുഞ്ഞാ ചൂടാണ് ആ ചൂട് നോക്കി കളി എപ്പോ ഒക്കെ കൊണ്ടേ പറ്റും ജോലിയില്ല അടുത്ത ചൂലില്ല 100 ചൂലാണ് കുഞ്ഞാറില്ലേ മാമ ആകെ പണിയാണ് ഇവിടെ പണിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ പണിയെടുക്കാനേ ഒഴിവുണ്ടാവുള്ളൂ ഇതൊക്കെ എന്താ നിങ്ങളെ പണി ഇതൊന്ന് വൃത്തിയാക്ക് ഇവിടുത്തെ അവിടെ പൊള്ളിയും കാരണം എന്താ അറിയോ ഈ തിണ്ടോ കേജി തിണ്ടൊക്കെ പൊളിഞ്ഞിക്കാണ് ഗൈസ് അവൻ പറയണ അയിമ കോണി കയറ്റി വെച്ചിട്ട് ഇതാക്കാനോ ഉദ്ദേശിക്കണേ പക്ഷെ അങ്ങനെ നിക്കാവോ ഇതെന്താ സ്വർണ്ണ ഈ കിടക്കണേ സ്വർണ്ണ സ്വർണ്ണം നല്ല ഗൈസ് ഗൈസ് ഓന അതിന്റെ മോൾക്ക് കേറുന്നുണ്ട് എടാ തകരം തട്ടാൻ നോക്കിട്ടോ ഇപ്പൊ ചെറുതായിട്ടൊന്ന് മടക്കി വെച്ചിക്കണ ആ തകരം അങ്ങോട്ട് എടാ അവിടെ അല്ലേ ഗ്ലാസ് പൊട്ടിക്കണേ കളഞ്ഞോ ഗൈസ് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ടായിന് അതായത് ഉള്ളിക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഗ്ലാസ് വെച്ചീന് അതായത് ഓരോട് മാറ്റിട്ട് അവിടെ ഗ്ലാസ് വെച്ചീന് അത് പൊട്ടിക്കുകയും ചെയ്തു അതാണ് ആ പലക പൊടീണാക്കണ് പറ്റായൊന്നുമില്ല വേണ്ട വേണ്ട അവിടെയൊക്കെ കൗക്കോല് കൊടുത്താന് സീറ്റന്നെ അക്കടാ മാണ്ടേ പറ്റൂലേ ആ ഗ്ലാസ് പൊട്ടിയാണ്ട് ഉള്ളിക്ക് ചാടീനെയോ ആ ഗ്ലാസ് മുകടെയാണ് ആ ഓട് പൊട്ടി കൊഞ്ഞാടി ഇവിടെ എല്ലാം ഓടാ താഴെ ഗ്ലാസ് മുകടെ പൊട്ടി കൊഞ്ഞാടീനെ അവന്റെ കാൽമ കുത്തിയെന്ന് ആ എന്നാ അതാക്കി തരാം അത് നല്ല വീതി ഉണ്ടാവും അതിന്റെ മുകളിൽ കൂടെ വലിച്ചിട്ടണ എടുത്തു കൊടുക്കി വലിച്ചിട്ടാലേ എടാ നോക്കിക്കോ വേറെ അവിടെ ഉള്ളിൽ ചോട്ടണ്ട അജ് ഉള്ളിക്ക് പോകും ചിമ്മിനിന്റെ ഉള്ളിൽ പോയി കരിന്റെ ഉറപ്പുണ്ടാവൂലേ തീരെ വെള്ളം ഉണ്ടാവില്ല പൊട്ടി കൊഞ്ഞാടും എന്താടാ അവസ്ഥ എന്താ അവിടെ പരിതാപകര അതിന്റെ ഉള്ളിലത്തെ ചോറ്റിങ്കാലം അതിന്റെ ഉള്ളിൽ നിന്ന് ആ ചോറിന്റെ അതൊക്കെ മാറ്റി ചെളിമമ്മ എന്താണ്ട് ചില്ല് പൊട്ടിയാണ് കിടക്കണേ ഗ്ലാസിന്റെ പൊട്ടുകള് ഉദ്ദേശിക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഈ ഷീറ്റില്ലേ അവിടെ എന്തായാലും ഇനി പോട് വെക്കാൻ പറ്റൂല കാരണം ആ പലക അവിടുന്ന് പൊട്ടിക്കൊഴിഞ്ഞാടിയും കൊണ്ട് നമുക്ക് അവിടെ പലക വെക്കാൻ പറ്റൂല അപ്പൊ ഈ ഷീറ്റ് 4 ഭാഗത്തും കയറ് കെട്ടിയിട്ട് അതിന്റെ മുകളിൽ കൂടെ വെച്ചിട്ട് വലിച്ചു കെട്ടാൻ വേണ്ടി നോക്കുക കറുത്ത് എറിഞ്ഞു പിടിക്കുന്ന ആ കറക്റ്റ് ആണല്ലോ എടാ
എറിഞ്ഞു കൊടുക്കി. ആ ഗൈസ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയാൻ. ഗൈസ് ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ ഓരോ പലകന്റെ കോലൊക്കെ കണ്ടില്ല നിങ്ങള്? ഇതിവിടെ പൊട്ടി പോന്നിട്ടാണ് നമ്മളിവിടെ ലീക്കായത്. ഇജങ്ങോട്ട് കയറിയാൽ നിൽക്കണ്ടോ? ഒരാക്കിനെ അവിടെ നിൽക്കാൻ സ്ഥലമില്ല. അവിടെ തന്നെ ആക്കി ഇവിടെ. ആ അവിടെ നിന്നോ ഇജി. ഞാൻ പറയുമ്പോ ആ കയറിങ്ങോട്ട് വലിച്ചു തന്നാൽ മതി. ഗൈസ് അവിടെ ഒരു ഗ്ലാസ് ആണ് നമ്മളെ ചിമ്മിണിന്റെ ഉള്ളിലേക്ക് വെളിച്ചം കെട്ടാൻ വേണ്ടിയിട്ട് നമ്മള് ഇവിടെ ഒരു ഗ്ലാസ് നിങ്ങൾ കണ്ടില്ലേ? ഗ്ലാസ് ആണ് ഇത്. അപ്പൊ ഇതൊന്ന് ശരിയാക്കട്ടെ. പിന്നെ ഇത് കണ്ടില്ലേ നിങ്ങള്? അവിടെ ഒരു ഓട് പൊട്ടിക്കണ്. ഇവിടെ ഒരു ഓട് പൊട്ടി കണ്ടില്ലേ? അത് ഈ എന്താ പറയാ ഇവിടുന്ന് ഈ ഓട് പൊട്ടി വീണിട്ട് അങ്ങോട്ട് ആയതാണ്. ഉള്ളിക്കാ ഗൈസ് ഇതാണ് ഉള്ളത്തെ അവസ്ഥ. കോണി ഉള്ളിക്ക് വെച്ച് കഴിഞ്ഞാൽ നടക്കൂല അമ്മ. എനിക്ക് അങ്ങനെ നിക്കാൻ കഴിയൂലേ കോണി ഉള്ളിക്ക് വെച്ചാല്. ഗൈസ് കോണി ഉള്ളിക്ക് കൊണ്ടു നോക്കട്ടെ. അതിന്റെ അടിയില് സൂം ചെയ്താ കാണുമോ? എന്താ എന്റെ ഓട് കൈമ കുത്തി കയറി. കുത്തി കയറിയോ? ചോരന്നോ? ചോരന്നു. ഓ സീൻ. നോക്കി 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 പോരി. നോക്കി മെല്ലെ. അടുപ്പൊക്കെ ഇപ്പൊ പോകും. അങ്ങനെ ഏണി അടുക്കളയ്ക്ക് വെച്ചാണ്ട് ഇവിടുന്ന് ഇതായിക്കൊണ്ടിരിക്കാണ്. ആകെ അവസ്ഥയാണ്. പാത്രങ്ങളൊക്കെ ഇവിടെ വെച്ച് മാറ്റിക്കളി. അതിന് മുളക്കൂട. ആ അങ്ങനെ മതി. മഴ പെയ്യുമ്പോഴത്തേക്ക് വേഗം പരിപാടി വെച്ചണം. മഴക്ക് ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ടൈമിൽ തീർക്കാൻ നോക്കളാ. വടിയൊക്കെ ആകെ പോയിക്കണം കേട്ടോ. അതിനൊന്നും പിടിച്ചാനേ പറ്റൂല. എടാ ചവിട്ടാൻ ബലം ഉണ്ടാവില്ല കേട്ടോ. നോക്കിക്കോ ആ ഓട്. ഇല്ലല്ല എറിഞ്ഞോ. വീതി വലിപ്പോ ഒന്നാണോടാ? സെന്ററിൽ എന്താ ഒരു വളവൊക്കെ പോലെ ഇവിടെ. ഇങ്ങനെ ഒരു വളവ്. ഓനവിടെ വലിച്ചു കെട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ ടാസ്ക് ആണ് തോന്നുന്നത്. ടാസ്ക് ആണോടാ? എത്ര നിർത്തിയാലും നേരെ ആവണില്ല. ഞാൻ ഇക്കൂടെ നടന്ന് പൊളിഞ്ഞാണ്ടോട്ടമ്മ. മഴയാണെന്നുണ്ടെങ്കിൽ പെയ്യണുണ്ട്. ആ അത് ഇനി പറ്റൂല. അത് പൊട്ടി. അത് പൊട്ടിയടാ. അത് പൊട്ടി. പൊട്ടിയിപ്പൊ എന്താ കെട്ടുക? ഓന് അവിടെ ആവശ്യമില്ലാത്ത സാധനമാണ് എടുത്തൊരറ്റത്. അത് പൊട്ടിയും ചെയ്തു. അതവിടെ ഇവിടെ വെക്കണ സാധനമാണ്. നമ്മൾ ഈ വടി അല്ല ഈ കമ്പി അങ്ങോട്ട് വെക്കാൻ നോക്കുകയാണ്. ഒരു കയറും കൊടുത്തല്ലേ ചിലപ്പോ കെട്ടേണ്ടി വരും. വേണ്ട. ഇത് ഈ കമ്പി നാളെ നമ്മള് പുറത്ത് കെട്ടിന്റെ ബാക്കിയാണ്. ബാക്കി ഉണ്ടായത് നന്നായില്ലേ? അങ്ങനെ വെച്ചിട്ടാണ് ഇതാക്കിയത്. ഉനക്ക് ഓട് വെക്കാനല്ലേ? ഓട് വെക്കണേ. ഓട ഇമ്മ കൂടെ വെക്കണേ. ആ ഇമ്മ കൂടെ വെച്ചിട്ട് അതിന്റെ മുകളിൽ കൂടെ ഷീറ്റ് നോക്കാം. മഴയൊക്കെ പെയ്യുന്നോണ്ട് നമ്മള് ക്യാപ്പൊക്കെ ഇട്ട് കുത്തിരിക്കാണ്. ചെക്കന് ക്യാപ്പൊന്നുമില്ല. അതിന്റെ മുകളിലെത്തിയില്ലേ? മമ്മ അതിന്റെ അടിയിലുണ്ടെങ്കിൽ മാറിന്നോളൂ കേട്ടോ. ആ അതൊക്കെ അവിടെ ഇരുന്നാ മതി. ഇവിടെ ഉണ്ട് മമ്മ. ഗൈസ് ഞാൻ ഇവിടെ ഇങ്ങനെ വന്നപ്പോ ഒരു പൂമ്പാറ്റ ഒന്ന് നോക്കിയാ. വലിയൊരു പൂമ്പാറ്റ. എവിടേക്കാ പോയത്? ചെക്കനവിടെ പണി തന്നെയാണ് ഗൈസ്. ലെവലാക്കി കൊണ്ട് നിൽക്കുന്നുണ്ട്. അവിടെ ഗ്രിപ്പ് ഉണ്ട് നിൽക്കാന്. എങ്ങനെ ഇപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് ഇറങ്ങാ? ഇജ് കേറിയപ്പാടെ ഓടില്ല ഇല്ല ഇനി ഇപ്പൊ ഓട് വെക്കല്ലേ? എങ്ങനെ ഇറങ്ങും?
ആ ഉള്ളിക്കൂടെ അങ്ങനെ വെച്ചിട്ടും കാര്യമില്ല ഗൈസ്. ആ കോണി ഉള്ളിന്ന് കൊണന്നാണ്ട് ഇപ്പൊ വെക്കാണ്. എടാ അയിമ വല്ലാതെ പിടിച്ചാണ് കേട്ടോ, അത് കെട്ടാത്ത കമ്പിയാണ്. വല്ലാതെ വെയിറ്റ് കൊടുക്കണ്ട, ഒറ്റ പോക്കാക്കിയാലോ. അവിടുന്ന് പാറിക്കളഞ്ഞ് അവിടുന്ന് ആ ഓടും കൂടി മാറ്റിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിട്ട് വരേണ്ടി വരും, അല്ലെങ്കിൽ ഇറങ്ങാനേ പറ്റൂലോ എനിക്ക്. ഓനെ ആകെ അന്തം വിട്ടണത്. ഇതിപ്പോ കേറിയ വായിക്കല്ലല്ലോ അടച്ചോനെ. മോനെ പറഞ്ഞ പേടിപ്പിച്ചല്ലേ. ഓന്റെ മഠത്തിന് ഇറങ്ങട്ടെ. ഇജെങ്ങനെ കേറിയത്? വീഡിയോയിൽ എടുത്തോക്കാ എങ്ങനെ കേറിയത്. ഏന്ന് അല്ലാ, ആ ഷീറ്റ് പോക്കണോ നോക്കോട്ടോ. ഇല്ല എല്ലാം ഒരു ട്രസ്റ്റിന്റെ പേരിലല്ലേ. എന്തായി പൊളിഞ്ഞോ? ആ ഗ്ലാസ്മേ ആ ചില്ലില്ല അവിടെ കാലും കുത്തിയോ? എന്താ ഇറങ്ങിക്ക എടാ ഗ്ലാസ് എടുത്താണ് താഴത്ത് കിട്ട. ആ ഗ്ലാസ് വേണോ ചവിട്ടിക്കണേ? ഗ്ലാസ് പൊട്ടിയ ഗ്ലാസിന്റെ അവിടെയാണോ ചവിട്ടിക്കണേ? വറവും കൊള്ളിയോ? ഓ ആകെ ലോക്കാണല്ലോ. മുറിയാ എന്റെ മേത്ത്? ആ ചില്ലുണ്ട് കേട്ടോ അവിടെ, ചില്ലുമ്പോ ചവിട്ടണ്ട. ഗൈസ് ആ ഇതിഞ്ഞ് ഇങ്ങോട്ട് വലിച്ചു കെട്ടാനാണ് കേട്ടോ നോക്കണേ. ആ ഓട് പോരുന്നോ ആയിക്കോട്ടെ മമ്മ, താഴത്തേക്ക് ആ ഓട് പോരുന്നോക്കെ. ഞാൻ കോണിമ ചോട്ടിടാ, നോക്കി ചോട്ട്. ഓ കാല് നോട്ടെ ഇവിടെ എന്നാ നോട്ടെ എവിടെ മുറി? ആ ഇവിടെ ഞാൻ അടിക്ക് പോയി. കുടിക്ക് കുടിച്ചാ വെള്ളം കുടിക്കേക്കണേ. ആകെ സീനാണ്. എന്താണ് മുഖത്ത് കരിയുണ്ടോ? അപ്പൊ വെച്ച് തേമ്പിയും ചെയ്തു. വെല്ലെടുത്ത് കളയാലേ വെച്ച് തേമ്പിയോ. ആയിക്കൂടെ നോക്കി അടക്കാൻ പോയില്ലേ ആയിക്കൂടെ. മഴയാണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല അല്ലേ. ഇതിന്റെ ബെൻഡായിക്കോ ഇതൊക്കെ. ഇതൊക്കെ നല്ല ബെൻഡായിക്കണ്. ഇതൊക്കെ ബെൻഡായി കിടക്കണ. അത് പൊക്കല്ലേ, പൊക്കി കഴിഞ്ഞാൽ ഒന്നായിട്ട് പൊളിഞ്ഞു പോരും. തൂണത്ത് കുത്തിയായി. അതുകൊണ്ട് കാര്യം ഉണ്ടടാ. ഇത് കണ്ട ഇവിടെ പൊട്ടിപ്പോയി. ഇത് കണ്ട ഈ പൊട്ടിക്കണേ. ഇവിടെ തൂണ് കൊടുക്കാൻ കഴിയില്ല. അതേപോലെ ഹൗക്കോലാണ് 4-5 പൊട്ടിക്കിടക്കണ ആ ഫുള്ളിലേ. ആ ഇവിടുന്ന് അങ്ങോട്ടില്ല, ഇതേപോലത്തെ ഹൗക്കോലുകൾ മൊത്തം പൊട്ടിക്കണം അങ്ങോട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ തൂങ്ങി കിടക്കണേ. മഴ ഒന്ന് കുറയട്ടടാ, അല്ലെങ്കിൽ ബ്ലോക്കി കൊഞ്ഞാടും. എത്ര എണ്ണേ ഒരു മിസ്റ്റേക്ക് പറ്റി. എവിടെ ഉള്ളിൽ ചീറ്റാലടച്ചില്ലേ? ആ അതൊരു വടി എടുത്താണ് ഇങ്ങോട്ട് തോണ്ടിതാക്കാൻ പറ്റുമോ നോക്കാം. നിനക്ക് ആദ്യം മഴ ഒന്ന് കുറയട്ടെടാ, മഴ ഒന്ന് കുറയട്ടെ, അല്ലെങ്കിൽ വൗക്കും. നമ്മളെ പുറത്തത്തെ പരിപാടി അങ്ങനെ ഏകദേശം ക്ലിയർ ആയിക്കണ്.
ഇത് ഞാൻ പോണ സ്ഥലാണ് ഇവിടെ ഇതാ ചേച്ചി അതുമേണ് ഞാൻ ചവിട്ടിയത്. ഭാഗ്യത്തിന് ഈ ഒരു എനിക്ക് തോന്നി ഈ ഒരു ഇതുമേണ് എന്റെ കാലിൽ നിന്നതാ, അല്ലാതെ എന്റെ ഉള്ളിക്കാണ് വന്നീനി. ആ ഓടിച്ച് ചവിട്ടിട്ടല്ലേ പൊട്ടിയേ. ഇവിടെ എന്തായി, ഇവിടെ പോയില്ലേ ചോട്ടിയല്ലേ. അങ്ങോട്ടെ മറന്ന് ഇവിടെ ഉണ്ട്. ഓക്കെ അത് എടുത്തളാ. ഓന്റെ കാലും മുട്ടുകാരുടെ കാലും കൊണ്ട് തുണിയാലിട്ടാ ചോണനോടുമ്പോ ഇവിടുന്നാണ് സോണനുടുമ്പുണ്ടാവും അവിടെ കുഞ്ഞേ അങ്ങോട്ട് ഉള്ളിൽ എടാ അങ്ങനെ ഇങ്ങനെ വിലങ്ങനെ വെച്ചടാ, എന്നാ വെള്ളം കൊണ്ടാ തള്ളിയിട്ട് മുക്കൂല. പിന്നെ ഇറങ്ങിയാലെ പലക മുക്കട അടക്കണല്ലേ കാലം കൊറേ നേരത്തെ പരിശ്രമത്തിന് എല്ലാം ക്ലിയർ ആയി. എന്താ ഈ പുറത്തത് എന്താ അടിയേ? പുറത്തത് ചീറ്റലടിച്ചനെ അങ്ങോട്ട് മറച്ചു വെച്ചിട്ടുണ്ട് ഷീറ്റ് എടുത്തിട്ട്. ആകെ കരിയാണ്. എത്ര വർഷത്തെ കരിയാണ് അതിന് മുകളിൽ? മുകളിൽ ഈ തിരിച്ചെത്തുന്ന കൈമക്കല്ലേ 10-30 കൊല്ലത്തെ കരി ഉണ്ടാവൂലേ? പണ്ട് എന്റെ കാലുമേ പണ്ട് ആക്സിഡന്റ് എന്താണ് പന്നി വിലങ്ങൂറിഞ്ഞ കടി കഴിക്കോ? പന്നി വിലങ്ങൂറിഞ്ഞില്ലേ? എന്നിട്ട് ഇത് മരുന്ന് തുടങ്ങിയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഇവിടെ ആകെ കണ്ടാൻ പോയി എന്ന് പറഞ്ഞാല് എല്ലാ കേടിന്റെ കുട്ടിക്കാ. അപ്പൊ ഇച്ച് പറ്റിയൊക്കെ പിന്നെന്താ? ഇറങ്ങി കഴിയണ്ടല്ലോ. അല്ല ഇങ്ങനെ ഇറക്കണ്ടല്ലോ, ആ വെള്ളം കൊണ്ടൊന്ന് പോയിക്കൂടെ? കൊണ്ട് പോണേ, ഇത് കൊണ്ടോട് പോണ ഒരു ദിവസം മടങ്ങണില്ല. നാളെ എന്നെ കൊയിച്ചടിച്ചാ വജ്ജില് അതിനൊന്നും പറയല്ലേ അമ്മക്ക്. അതിന്റെ പരിക്ക് മൊത്തച്ചു. മറന്നോ വജ്ജില് കൊയിച്ചടിച്ച്? ഇവിടെ അതിന്റെ പരിക്ക് മൊത്തച്ചാണ്. ഞാൻ ഇതവിടെ കെട്ടണ്ട കേട്ടോ, ചീറ്റൊന്നും വേണ്ട. വെളിച്ചുണ്ടായിക്കോട്ടെ. ആ ഒരു കൂടിന്റെ പ്ലാസ്റ്റിക് 4 പുറം അത് ഇമ്മാന്റെ പണിയാണ്. ഏത് കീറ കണ്ടായപ്പോലും അവിടെ കെട്ടി കൂട്ടി വിശാഖ അലമ്പാക്കി വെക്കും. എത്ര കഴിച്ചോളൂ. ഇപ്പൊ കഴിച്ചോളൂ. എനിക്ക് മടുത്ത് കഴിച്ചിട്ട് ഒരു മൂലക്ക് കൂടെ ഞാൻ അയച്ചിട, ഒരു മൂലക്ക് കൂടെ ഉമ്മ കെട്ടി അടക്കുക. അവിടെ ഇവിടെ ഈ ഭാഗത്ത് എന്താണ് പടത്തോന്ന് വിചാരിച്ചിട്ട് അവിടെ കെട്ടാൻ. അല്ല അവിടെ ആൾക്കാർ പറയണ ആ ഭാഗത്തൊന്നും കെട്ടി. അങ്ങോട്ട് നോക്കി ഞാൻ ഒരു കാര്യം പറയാം. ആ വാഷിംഗ് മെഷീൻ ഞാൻ ആ കുളിമുറിന്ന് അവിടുക്ക് വെച്ചു. അത് നനയിലല്ലോ വെച്ച് കണ്ടാണ് ആ ഷീറ്റ് അവിടുക്ക് വെച്ചു. ഞാൻ വാഷിംഗ് മെഷീൻ വെച്ച് ഈ പണി എടുത്തിട്ടേ അവിടെ കൊണ്ടുപോയിടും. അവിടെ ഏതായാലും സീറ്റില്ല, മനുഷ്യനെ ഇരിക്കുകയൊക്കെ ചെയ്യാലോ. കോഴിക്കളാണത് ഏറ്റവും കൊത്തുടി കളിച്ച. പിന്നെ വാടക എവിടെയാണ് വെക്കുക? എന്തിനു വറക് വെക്കാനാണ് വറകും തട്ടി അടിയിൽ വെച്ചിക്കണേ. എന്നിട്ട് വറക് അതിന്റെ ഉള്ളിൽ വെക്കൂല, ഇവിടെ അവിടെ നാളെ തോന്നിയ സ്ഥലത്ത്. നാളെ ഞാൻ ആ പടീനെ പിടിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. നാളെ എപ്പ തന്നെ വെക്കാം നമ്മള്. ഇപ്പൊ ഞാൻ ചെറുക്കനെ കജ്ജും കാലൊക്കെ കൊണ്ടിരിക്കാണ്ട്. അതെ ചെറുക്കൻ ചത്തു കൊടിഞ്ചീവനായി. ഓന്റെതാ ഇവിടുന്ന് ഒടിഞ്ഞു മുക്കാൻ പോയപ്പോ തന്നെ ഓന്റെ കഴിഞ്ഞാണ്. ആകെ മുറിയല്ലേ ആ ചുമപ്പുമ്മ ആ പൂതലൊടിച്ചുമ്മ പിടിച്ചല്ലേ പറയലും അയിമ പിടിച്ചു കുടിച്ചാ. അല്ല പറഞ്ഞില്ലേ, ഇത് കണ്ടില്ലേ? 10-30 കൊല്ലം പഴക്കല്ല പേരാണ്. പിന്നെ പൂതലാക്കോ? നമ്മളെ തൊടുവിന് നീനെ മരങ്ങൾ മുറിച്ചങ്ങാണ്ട് നമുക്ക് അവിടുത്തെ പെരപ്പണി ഉണ്ടല്ലോ, അവിടെ ഉണ്ടാക്കിയിട്ടേ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒന്ന് ഫുള്ള് കമ്പിടാനി അങ്ങനെയെങ്കിലും വെച്ചാൽ. ഞാൻ പറഞ്ഞിട്ടേ എവിടെയും എന്നിട്ട് നമ്മളതൊക്കെ പൊളിച്ചു കൊണ്ടുപോയി. ഇമ്മ എന്താ അറിയോ, ഇന്നും നാളൊന്നും കയ്യിലും 5-6 കൊല്ലം 5-6 കൊല്ലല്ല, ആ ഒരു മിനിമം ഒരു 10 കൊല്ലെങ്കിലും വേണ്ടി നമുക്ക് അങ്ങനെ ഒരു പേരൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിട്ട് കാര്യമില്ല. നടക്കട്ടെ, ടെൻഷൻ പിടി മായിച്ചാളെ തലമന്ന് പഞ്ചായത്ത് തരാമെങ്കിൽ പഞ്ചായത്ത് തരാം, അത്രേ ഉള്ളൂ. എന്നാ നീ അതിന്റെ പേരാ. അപ്പൊ നമ്മുടെ അതിഗംഭീരമായ ഇന്നത്തെ പെർഫോമൻസ് കഴിഞ്ഞു അല്ലേ? അതിഗംഭീരമായ വീഡിയോസ് നമ്മൾ ഇന്നിവിടെ വൈൻഡപ്പ് ആക്കാൻ പോവാണ്. അതായത് പ്രശസ്ത അവാർഡും ഒക്കെ അങ്ങോട്ട് തന്നോളൂ. അതിന്റെ പേരല്ലേ
കുട്ടി പോകാൻ പോയതാ വീണിട്ടില്ലല്ലോ അപ്പൊ കുഴപ്പമില്ല. ഞാനേ താഴത്ത് ഇങ്ങനെ പിടിച്ചു അഥവാ കീപ്പിടക്ക് വന്നാലും മണി കൊണ്ട് ഒറ്റ പോക്കാക്കിയത് അങ്ങനെ പിടിച്ചെന്നാ. എന്താ ഫോണ് വന്നാ അങ്ങോട്ട് വരുന്നില്ല ഇങ്ങോട്ട് നേരെ ഇങ്ങോട്ട് അടിക്കാക്കി കഴിഞ്ഞാടെ നാളെ കുട്ടി കഴിഞ്ഞാടേക്ക് ഓന്റെ പേര് പൊട്ടി കഴിഞ്ഞാടേക്ക്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചാനൽ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതിലെല്ലാവർക്കും അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അസ്സലാമലൈക്കും. നീ കൂടി കൊടുത്തോ. അസ്സലാമു അലൈക്കും ഗൈസ്. അതെ.